സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ വീണ്ടും ഉത്തർപ്രദേശ് പോലീസിനെ കുറിച്ചും ഉത്തർപ്രദേശ് പോലീസ് ഇറക്കുന്ന കൗതുകരമോ അല്ലെങ്കിൽ ഗൗരവതരമോ ആയ ഉത്തരവുകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ്. ഇക്കുറി ഈദുൽ ഫിത്തർ ദിനത്തിൽ നമസ്കാരം നിർവഹിക്കുമ്പോൾ അത് റോഡുകളിലാണ് എങ്കിൽ, റോഡുകളിൽ നമസ്കാരം നിർവഹിക്കേണ്ടി വന്നാൽ അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളുടെ പാസ്പോർട്ട് റദ്ദാക്കും, അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചെടുക്കും, ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കും എന്നൊക്കെ ഉത്തർപ്രദേശ് പോലീസ്, പ്രത്യേകിച്ച് മീററ്റ് പോലീസ് സൂപ്രണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ഹോളി ദിനം ഉണ്ടായത് റംസാനിലെ ഒരു വെള്ളിയാഴ്ച ദിനമായിരുന്നു. അന്ന് ഈ റംസാനിലെ വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരം ഉച്ചയ്ക്ക് നിശ്ചിത സമയത്ത് തന്നെ മാറ്റി ഹോളി ആഘോഷം കഴിഞ്ഞിട്ടാക്കണം എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുകയും അത് അനുസരിക്കാൻ അവിടുത്തെ മുസ്ലിം പണ്ഡിതർ തയ്യാറാവുകയും ചെയ്ത കാഴ്ചയുണ്ടായിരുന്നു. അന്ന് തന്നെ ഈ ഹോളി ദിനത്തിൽ ഉത്തർപ്രദേശിലെ പല ജില്ലകളിലും മസ്ജിദുകൾ ഈ ടർപ്പോളിൻ കെട്ടി മറയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതൊക്കെ രണ്ട് ആഘോഷങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നതിനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതും കണ്ടു. അതിന് പുറകെയാണ് ഇപ്പോൾ മീററ്റിൽ പുതിയ നിർദ്ദേശങ്ങൾ, മീററ്റിൽ മാത്രമല്ല ഉത്തർപ്രദേശിലെ മറ്റ് ചില ജില്ലകളിലും ഇത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായിട്ട് അറിയുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീധരൻ, എന്ത് തോന്നുന്നു ഈ പുതിയ നിർദ്ദേശം കാണുമ്പോൾ? നമ്മൾ ഹോളിയുടെ ആ സമയത്തുണ്ടായ നിർദ്ദേശങ്ങളെക്കുറിച്ചും അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു. വളരെ പരസ്യമായിട്ട് തന്നെ ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗിയോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന മോഡിയോ മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ഭാഗമായിട്ട് ഭരണനിർവഹണത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഇന്ത്യയോടും ഉത്തർപ്രദേശിനോടും പറയുന്നത് ഇവിടെ എന്തായാലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തുല്യരല്ല എന്നുള്ളതാണ്. അത് രണ്ടും രണ്ട് നീതിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. BJP ഭരണകാലത്ത് അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു വളരെ പച്ചയായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഹോളി ദിനത്തിൽ പുറത്തിറങ്ങുന്ന, ഹോളി ദിനത്തിൽ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് വരെ പുറത്തിറങ്ങുന്ന, അല്ലെങ്കിൽ മറ്റേ ലഹരി ഉപയോഗിച്ച് വരെ പുറത്തിറങ്ങുന്ന ആളുകളെ നിങ്ങൾ അവരൊരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് കാണണം. അതൊരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കാരണം അവരെ ശല്യപ്പെടുത്താതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവർക്ക് പ്രകോപനം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങള് പൊതുസമൂഹം ചെയ്യണം, പോലീസ് ചെയ്യണം, ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ചെയ്യണം എന്ന് പോലീസും BJPയും പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള സകലമാന സൗകര്യങ്ങൾ കൊടുക്കുന്നു. അവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ജുമ നിസ്കരിച്ചോളൂ എന്ന് പറയുന്നു. നിങ്ങളുടെ പള്ളികൾ നിങ്ങൾ ആക്രമിക്കപ്പെടേണ്ടതില്ലെങ്കിൽ അത് മറച്ചു വെച്ചോളൂ എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടുത്തെ അതേ സമൂഹത്തിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് തുല്യനീതിയും തുല്യ അവകാശവുമുള്ള നമ്മുടെ മുസ്ലിം സമൂഹത്തിനോട് അവരുടെ മറ്റുത്സവത്തിന്റെ ദിവസം, അവരുടെ പെരുന്നാളിന്റെ ദിവസം നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ തെരുവുകളോ നിങ്ങളുടെ പ്രദേശങ്ങളോ നിങ്ങളൊരു ഉത്സവത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് റദ്ദാക്കും, നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും, അഥവാ നിങ്ങൾക്ക് നേരെ ഇതുണ്ടാകും, നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. ഇതിൽ പച്ചയായിട്ട്, ഇതിൽ കൂടുതൽ സുവ്യക്തമായിട്ട് ഈ നാട്ടിൽ നീതി ലഭ്യമല്ല മുസ്ലിങ്ങൾക്ക്. നിങ്ങളെ ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കാണുന്നത്. ഈ സമൂഹം മുസ്ലിം ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ഹിന്ദു സമൂഹമാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇതിലും വ്യക്തമായിട്ട്, ഇതിലും ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നു യോഗിയുടെ ഭരണനിർവഹണത്തിന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പോലീസുകാരും ഒരേ തട്ടിൽ നിന്നുകൊണ്ട്, അത് UPയോട് മാത്രമല്ല, ഈ യോഗി മാർഗം പിന്തുടരാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയോട് മുഴുവൻ ആയിട്ടാണ് ഇക്കാര്യം പറയുന്നത്. അതിൽ വേറെ സംശയമൊന്നുമില്ല. അതിൽ അടിവരയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കും.